റമദാനു ഷരീഫ് പകുതിയും നമ്മളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്നേഹനദികളായ സഹോദര സഹോദരിമാർ, ഖുർആനു ഷരീഫ് ഒരു വട്ടമെങ്കിലും ഖത്മ് ചെയ്തിട്ടുണ്ടാകും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ ഉപമ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ ഖുർആൻ പാരായണം ചെയ്യുന്നവനും കൂടിയാണെങ്കിൽ അവനെ ഉപമിച്ചിരിക്കുന്നത് നല്ല മധുര നാരങ്ങയോടാണ്. ആ മധുര നാരങ്ങക്ക് നല്ല മധുരവും ഉണ്ടാകും, വാസനയും ഉണ്ടാകും. അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യാത്ത വിശ്വാസി കാരക്ക പോലെയാണ്. കാരക്കക്ക് മധുരമേ ഉണ്ടാകൂ, വാസനയുണ്ടാകില്ല. ഇനി കപടവിശ്വാസിയായ ഒരു ഖുർആൻ ഓതുന്ന മനുഷ്യനാണെങ്കിൽ അവൻ റൈഹാൻ പുഷ്പം പോലെയാണ്. വാസന മാത്രമേ ഉണ്ടാകൂ, മധുരം ഉണ്ടാവുകയില്ല. ഖുർആൻ ഓതുകയുമില്ല, വിശ്വാസവുമില്ല. അവൻ കപടവിശ്വാസിയാണ്, ഖുർആൻ പാരായണം ചെയ്യാത്തവനുമാണ്. എങ്കിൽ അവൻ ആട്ടങ്ങയെ പോലെയാണ്. മധുരവും ഉണ്ടാകില്ല, വാസനയും ഉണ്ടാകില്ല. നമ്മളൊക്കെയും ആകേണ്ടത് നല്ല മധുരമുള്ളവരും നല്ല വാസനയുള്ളവരുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹനിധികളായ കൂട്ടുകാരെ, നല്ല വിശ്വാസത്തോടുകൂടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവരായി ഈ പവിത്ര റമദാൻ ഷരീഫിൽ നമുക്ക് നമ്മുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ചുരുങ്ങിയത് ഒരു ഖത്മെങ്കിലും നമുക്ക് ഓതി തീർക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.